കിണറ്റിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ഗോവിന്ദചാമിയെ പിടികൂടുകയാണ്. മാധ്യമങ്ങളിലൂടെ തത്സമയം കാണാം പ്രേക്ഷകർക്ക് ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. തളാപ്പിലെ കെട്ടിടത്തിനകത്തുള്ള കിണറ്റിലായിരുന്നു ഗോവിന്ദചാമിയെ ഒളിച്ചിരുന്നത്. ഗോവിന്ദചാമിയെ ഇതാ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മാതൃഭൂമി ന്യൂസ് വഴി കാണാം. ഗോവിന്ദചാമിയെ പിടികൂടിയിരിക്കുന്നു. കൊടും കുറ്റവാളിയെ ഇപ്പോൾ ഇതാ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. പിടിക്കുന്ന ദൃശ്യങ്ങളാണ്. പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. അടിപൊളി. കൂട്ടത്തിൽ ഏതോ ഒരു നല്ല മനുഷ്യൻ അവന്റെ മുഖം നോക്കി ഒന്നാണ്ട് കുത്തിയിട്ടുണ്ട്. നല്ല ഒലക്കെ അമ്മിക്കുട്ടി എടുത്ത് കുത്തണ്ടായിരുന്നിടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു പക്ഷേ ഈ ഗോവിന്ദചാമി അങ്ങനെ ഒറ്റക്ക് ചാടിപ്പോയതാവാൻ സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 7-7.5 അടി ഹൈറ്റ് ഉള്ള ഒരു മതിൽ, അതിന്റെ മുകളിൽ ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അതിലൂടെ അവൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കാൻ, അവനെ കൂടെ നിൽക്കാൻ ഏതോ ഒരു നാറി നിന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട വിവരമാണ്. ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദചാമി ജയിലിൽ ചാടിയതും സൗമ്യ വധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനിടയിൽ നമ്മളെല്ലാവരും വിട്ടുപോകുന്ന വലിയ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? കർണാടകയിൽ ധർമ്മസ്ഥലയിൽ കാണാതായ 1000-ൽ പരം പെൺകുട്ടികളുടെ ആ ഒരു കാര്യം തന്നെ. അത് മറയ്ക്കണം. അത് മറയ്ക്കാൻ ഇപ്പൊ കർണാടക സർക്കാർ 8460 വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇപ്പോ ഇനി 2-3-4 ദിവസം കേരള സർക്കാരും കേരള പോലീസും കേരള മാധ്യമങ്ങളും ഫുള്ള് ചർച്ച ചെയ്യാൻ പോകുന്ന ധർമ്മസ്ഥലം ആയിരിക്കില്ല, ഇതായിരിക്കും കൂട്ടത്തില്. അതേ സമയത്ത് എന്നെ പോലെയുള്ള ഈ ആളുകൾ ചെയ്ത വീഡിയോസ് അവർ റിമൂവ് ചെയ്യും. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. അങ്ങനെ നമ്മളൊന്നും പിന്നോട്ട് പോകാൻ തയ്യാറല്ലടോ. ഇപ്പൊ നമുക്കും ഒരുപാട് ആളുകൾ ഇങ്ങനെ ഭീഷണിയുമായിട്ട് വന്നിട്ടുണ്ട്. അവിടെ കിടക്കട്ടെ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോ അങ്ങനെ കുറെ നാറികൾ വരില്ല. വരുന്നവർ വരട്ടെ, അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ ഗോവിന്ദചാമിയുടെ വിഷയത്തിലേക്ക് തന്നെ പോവുകയാണ് എങ്കിൽ അയാൾക്ക് ഒരു കൈയില്ല. നിങ്ങൾ ആ കൈ കണ്ടല്ലോ, നല്ല ആരോഗ്യം നിങ്ങൾ കാണാം. കിണറ്റിൽ ഇറങ്ങിയിട്ടാണ് ഒളിച്ചു നിന്നിട്ടുള്ളത്. 7.5 ഹൈറ്റ് ഉള്ള ഇതിന് മുകളിലേക്ക് ഒരു തുണി വെച്ച് കെട്ടാൻ അവനെ ഒരു കൈ മതിയോ ചോദിക്കുക. ഇരുമ്പഴി എന്നാൽ മുറിച്ചു മാറ്റിയിട്ട് പുറത്തു പോയി എന്നുള്ളതാണ് റിപ്പോർട്ട്. അതെങ്ങനെ സാധിക്കുന്നു? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. എന്തായാലും നായിന്റെ മോനെ പിടിച്ചിട്ടുണ്ട്, നല്ല കുത്ത് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ കർണാടക ആണെങ്കിൽ അല്ലെങ്കിൽ UP ഒക്കെ ആണെന്നുണ്ടെങ്കിൽ UP നമ്മൾ കുറ്റം പറയും പല കാര്യത്തിലും. പക്ഷെ UP ആണെങ്കിൽ പോലും അങ്ങനെ പീഡിപ്പിച്ചു ആ നാറികളെ ഓടിപ്പിച്ചിട്ട് വെട്ടിച്ചു കൊല്ലുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. നമ്മളെ കേരള പോലീസ് കുറച്ച് മാന്യന്മാരായതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ആ കിണറ്റിൽ തന്നെ അങ്ങ് ഇട്ട് മൂടായിരുന്നു വേണ്ടത്. എന്തായാലും നമുക്ക് ആ ന്യൂസിലേക്ക് കിടക്കാം. കൊടും ക്രിമിനൽ ഗോവിന്ദചാമി ജയിൽ ചാടിയത് രാത്രി 1:15, ജയിൽ അധികൃതർ അറിയുന്നത് പുലർച്ചെ 5:15, പോലീസിൽ വിവരം അറിയിക്കുന്ന കാലത്ത് 7:15. മതിലിൽ വൈദ്യുതി ഫെൻസിംഗ് ഉണ്ട്. ജയിൽ ചാടുമ്പോൾ വൈദ്യുതി ഓഫ് ചെയ്യപ്പെട്ടിരുന്നു. സർവത്ര ദുരൂഹത. ജയിൽ ചാടിയതോ ചാടിച്ചതോ? ജയിൽ ചാടിയതാവാൻ സാധ്യത വളരെ കുറവാണ്. ചാടിച്ചത് തന്നെ. അവനെ എടുത്ത് മോനെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കർണാടക സർക്കാർ ഇപ്പൊ എന്തായാലും കേസ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിൽ കുറെ പോലീസുകാരികളും പോലീസുകാരന്മാരും ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് മൂഞ്ചി ഇറങ്ങി ഒളിച്ചോടി പോയിട്ടുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യാൻ പെടാൻ പാടില്ലാത്ത ഒരു വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യാണ്. ഞാൻ അത് തന്നെയാണ് പോയിന്റ് വെക്കുന്നത്. അവന്റെ ജയിൽ സെല്ലിലുള്ള ഏതൊരു തമിഴനോ ഏതൊരു ബംഗാളിട്ടുണ്ട്, അവനോട് ചോദിച്ചാൽ ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. അവനെ ആരോ ഒരാൾ സഹായിച്ചിട്ടുണ്ട്, ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. മനാഫ്കയെ പോലെയുള്ള ആളുകൾ ശബ്ദം ഉയർത്തുമ്പോൾ അയാളെ പോലെയുള്ള ആളുകളെ കൊന്നൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന കർണാടകത്തിലെ ധർമ്മസ്ഥലിലെ കുറെ നാറുകളുണ്ട്. ഇവരൊക്കെ സത്യം പറയാച്ചതിന് പിന്നിൽ കളിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത അവിടെ കിടക്കുന്നില്ലേ? തീർച്ചയായിട്ടും കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവൻ വളരെ സിമ്പിൾ ആയിട്ട് റോട്ടിലൂടെ നടന്നു പോകുന്ന CCTV ക്യാമറ ഫുട്ടേജ് ആണ് പിന്നീട് കിട്ടിയിട്ടുള്ളത്. ഒരാൾ ചോദിക്കുകയാണ്, നീ മറ്റേ ഇവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആൾ ഇറങ്ങി കാട്ടിലേക്ക് ഓടി എന്നൊക്കെ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ജയിലിൽ ചാടി. അടിപൊളില്ലേ? ആ ഒരു കറണ്ട് കമ്പി ഒക്കെ ഉള്ള വാഹനത്തിന്റെ മുകളിൽ കൂടെ ചാടി എന്നാ പറയുന്നത്. അതും എന്ന കാര്യത്തിൽ സംശയമല്ല. എന്തായാലും ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ഗോവിന്ദസ്വാമിക്ക് 4:4 കൂടി ചാടിയെങ്കിലും 5 മണിക്കൂർ കൊണ്ട് കണ്ണൂർ നഗര പരിധിക്ക് പുറത്തേക്ക് പോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഉൾപ്പെടെയുള്ള സഹായത്തോടുകൂടി പോലീസ് അവിടെ നിന്ന് പിടികൂടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമുണ്ട്. കാരണം പോലീസിന് നല്ല ആശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാറി ചാടി പോവാന് ആ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള അല്ലെങ്കിൽ ആ ഒരു ജയിലിലുള്ള വാർഡനും കാര്യങ്ങൾക്കൊക്കെ അറിയാതെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ശരി തെറ്റാണ്. തീർച്ചയായിട്ടും അവരെ സസ്പെൻഷൻ ആണോ ചെയ്യേണ്ടത്? നിങ്ങൾ പറയും. സസ്പെൻഷൻ ചെയ്തിട്ട് എന്താ കാര്യം? ഇവർക്ക് ശമ്പളം കിട്ടും അല്ലെ? ഇവിടെ ചെയ്യേണ്ടത് അവരെയൊക്കെ അവിടെ മാറ്റിയിട്ട് PSC റാങ്ക് ലിസ്റ്റിലൊക്കെ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ടോ ഈ ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ, അവരൊക്കെ തിരിച്ചതിനകത്തേക്ക് കയറ്റുക എന്നുള്ളതാ. അവർക്ക് കൊടുക്കുക ജോലി. അങ്ങനെ പണിയെടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുക. അത് കൂടാതെ പറയേണ്ട പ്രത്യേക ഒരു കാര്യമുണ്ട്. നമ്മുടെ പോലീസുകാരുടെ ഒക്കെ ഫിസിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറച്ച് ആളുകൾ മാത്രമാണ് ആ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത്. ഇതൊരു 2 മാസം 3 മാസം കൂടുമ്പോൾ വീണ്ടും ടെസ്റ്റ് നടത്താനുള്ള സംവിധാനം വേണം. ഓരോ പോലീസുകാരുടെ വയറൊക്കെ കാണുമ്പോൾ നിലത്ത് മുട്ടിക്കിടക്കണ പോലെയാണ്. ഒരു കള്ളന്റെ പിന്നാലെ ഓടാനുള്ള ഒരു കഴിവില്ലാത്ത പോലീസുകാർ. ഇവർക്ക് ഒരാളെ കിട്ടി ഇടിച്ചു കുത്തി പൊളിക്കാനൊക്കെ പറ്റും, കാരണം അത് തൊട്ടടുത്താണല്ലോ, അത് എളുപ്പമാവും. പക്ഷെ ഇവിടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഒക്കെ ഇതിൽ ഇടപെടൽ നടത്തണം. കേരള പോലീസിന്റെ
ഫിസിക്ക് കൃത്യമായിട്ട് പരിപാലിക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ചില പോലീസുകാരെ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. അതല്ല, ഈ ഇത്രയും വലിയ കണ്ണൂർ ജയിൽ പറഞ്ഞ വലിയ ഒരു ജയിലാണ്. ആ ജയിൽ ഇവനെ എങ്ങനെ എടുത്ത് ചാടി? ഇവനൊരു സപ്പോർട്ട് ഒരാളില്ലാതെ ഇവൻ അത് ചെയ്യില്ല. ഈ ഇത്രയും വലിയൊരു ജയിലിൽ നിന്ന് ഇവൻ എടുത്ത് ചാടണമെങ്കിൽ അതിനൊരാളില്ലാതെ ഒരിക്കലും അവനതിന് കഴിയില്ല. സൗമ്യയുടെ അമ്മയുടെ വാക്കാണത്, കറക്റ്റാ. ഒറ്റക്കൊന്നും ആൾക്കാർ ഇത് ചാടാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വ്യക്തി സഹായിക്കാതെ ആൾക്കാർ ഊരാൻ പറ്റുമോ? പറ്റൂലടോ. അത്ര ഉയരണ്ടടോ. അത് ഒറ്റക്ക് കെട്ടാൻ പറ്റില്ലടോ. അയാൾക്ക് ഒറ്റക്ക് അത് തകർക്കാൻ പറ്റില്ലടോ. അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഇയാൾ അറസ്റ്റ് ചെയ്ത സമയത്ത് ഉണ്ടായ ഒരു ന്യൂസാണ്. ഈ ന്യൂസ് ഒന്ന് കേട്ടോ നിങ്ങള്. സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദച്ചാമി ജയിലിൽ നിരാഹാരം തുടങ്ങി. ഇഷ്ടഭക്ഷണം കിട്ടുന്ന നിരാഹാരം നടത്തുന്നത്. ഗോവിന്ദച്ചാമിക്ക് ഇഷ്ടഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ഒരു പെൺകുട്ടിയെ അതിബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത് തീവണ്ടിയിൽ നിന്ന് തട്ടിയിട്ട് കൊന്ന നാറിക്ക് നല്ല ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ജയിലിൽ നിരാഹാരം ഇരുന്ന വാർത്തയാണ് കേൾക്കുന്നത്. നമ്മുടെ ജയിൽ സംവിധാനങ്ങളൊക്കെ ഇതാണ് എന്നുള്ളതാണ്. ഇവന്റെ കോല നിങ്ങൾക്കറിയില്ലേ? ഇങ്ങനെ ഉണ്ടായിരുന്നവൻ പഠിച്ചു വീർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തോ ശോഷിച്ചിട്ടുണ്ട്, എന്താ സംഭവം അറിയില്ല. ഇപ്പൊ എന്തായാലും ശോഷിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ജയിലിനെ കുറിച്ചിട്ടൊക്കെ പല ആളുകളും പലപ്പോഴും പലതും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് പുറത്തുനിന്നുള്ള ഭക്ഷണം കിട്ടുന്നു, മൊബൈൽ ഫോണുകൾ കിട്ടുന്നു, സിം കാർഡുകൾ പിടിക്കപ്പെടുന്നു, എന്തൊക്കെ സാധനങ്ങൾ കിട്ടുന്നത്. പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിയാനും കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ സൗമ്യയുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും അവനെ സഹായിച്ച ആളുകളുണ്ട്. അന്വേഷണം കൊണ്ടുവരേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കൂട്ടത്തിൽ കർണാടക വിഷയം ചർച്ച ചെയ്യാതിരിക്കാനും കൂടിയുള്ളതാണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഈ വിഷയത്തിൽ പ്രത്യേകം പ്രതിപാദിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഫോറൻസിക് വിദഗ്ധ ഷെർലി വാസു പറഞ്ഞൊരു വാക്കാണ്, ലൈംഗിക സംതൃപ്തിക്കായി അയാൾ എന്തും ചെയ്യും. ആക്രമണം നടത്തുമ്പോൾ കൃത്യമായ പദ്ധതി അയാൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവൻ എന്തും ചെയ്യും എന്നുള്ളതാ. ഇവനെ ഇപ്പൊ പിടിക്കപ്പെട്ടത് തന്നെ വലിയ ഭാഗ്യ. പിടിക്കപ്പെട്ടത് ഏത് രീതിയാണെന്നൊക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ. ചാടിയത് എന്താണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അത് അവിടെ നിൽക്കട്ടെ. അവനെ എങ്ങാനും കിട്ടാതിരുന്നുവെങ്കിൽ പോകുന്ന വഴികളിലുള്ള പെൺകുട്ടികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ എന്തൊക്കെ ചെയ്യുന്ന അവന് തന്നെ ഒരു ബോധമില്ല എന്നുള്ളതാ. ഇങ്ങനെയുള്ള നായക്കളെയൊക്കെ എന്തിനാ വളർത്തുന്നത്? അവനെ തൂക്കിക്കൊല്ലാനും വിധിച്ചില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇവന് കോടികൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആളുകൾ ഇറക്കി കൊടുക്കുകയാണ് ഇവനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവനെ ഊരിക്കൊടുക്കാനും രക്ഷപ്പെടുത്താൻ ആളുകൾ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? ഓക്കെ, എനിക്കത് കൂടുതലായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തെറികൾ വിളിച്ചു പറഞ്ഞു വരും. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കടക്കാം. ഏറ്റവും പുതിയ വിവരം, രാത്രി 1:30 ഇയാൾ ജയിൽ ചാടിയത് എന്നുള്ള വിവരം കൂടി പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റിയാണ് ഇയാൾ ജയിൽ സെല്ലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. 10B ബ്ലോക്കിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി. തുടർന്ന് ഇയാൾ കമ്പി മുറിച്ചു മാറ്റി പുറത്തു ചാടുകയും തുണികൾ കെട്ടി മതിൽ ചാടി ജയിലിന് പുറത്തേക്ക് പോവുകയായിരുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത് എന്നുള്ളതാണ്. ഈ ആകാശവാണിയുടെ ഓഫീസുണ്ട് തൊട്ടടുത്ത്, ഈ ജയിലിനോട് ചേർന്ന് ആകാശവാണിയുടെ ഓഫീസ് ഉണ്ട്. ഈ ആകാശവാണിയുടെ ഓഫീസിന് സമീപത്തെ മതിൽ ചാടിയാണ് ഇയാൾ കടന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്ര സുരക്ഷിതമായിട്ടുള്ള ഒരു ജയിലാണോ? ഒരാൾക്ക് ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, പൂർണ്ണ ആരോഗ്യമുള്ള മനുഷ്യൻ, 2 കൈയുള്ള ഒരു മനുഷ്യനൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. ഒരു കൈയുള്ള ഒരാൾ അത് ചെയ്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പിന്നിൽ നിന്നും അവനെ ഉയർത്തിപ്പിടിച്ചു കൊടുക്കാൻ ആളുകൾ വേണം. അഴികൾ ചവിട്ടി പൊളിക്കാൻ അല്ലെങ്കിൽ അത് തകർക്കാൻ ആളുകളെ സഹായം വേണം. ഇതൊന്നുമില്ല, അതൊന്നും നടക്കൂല എന്നുള്ളതാണ്. അല്ല, അത് ഉറപ്പല്ല. ഞാൻ ചോദിക്കട്ടെ, ഏത് കൊച്ചു കുട്ടിക്കും അറിയില്ലേ, കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ ഇത്രയധികം വലിയൊരു മതില്, അതിന്റെ മുകളിൽ ഫെൻസിങ്, നാട് മുഴുവൻ CCTV, ഇതെല്ലാം ഉള്ള ഒരു ജയിലിൽ നിന്ന് ഒരു കൈ മാത്രമുള്ള ഒരു കൊടും ക്രിമിനൽ ജയിൽ ചാടി രക്ഷപ്പെട്ടു പോകുന്നു. അയ്യപ്പദാസ്, ഞാൻ ചോദിച്ചത് 1:15 ജയിൽ ചാടിയത് ജയിൽ അധികൃതർ അറിയുന്നത് 5:15, പോലീസിൽ അറിയിക്കുന്നത് 7:15. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? അപ്പൊ ഇത് ജയിൽ ചാടിയതല്ല, 100% ജയിൽ ചാടിച്ചതാ. 1:15, 5:15, 7:15 ഡിഫറൻറ്റ്. സമയത്തിന് വ്യത്യാസം കണ്ടില്ലേ? അത്രയും ഗ്യാപ്പുകളാണ് ഇവരെ അന്വേഷിച്ച് കണ്ടെത്താൻ. ഇവരെങ്ങനെ കണ്ടെത്തുന്ന നോക്കണം. മതിലിന്റെ മുകളിൽ ഒരു തുണി കാണുന്നത്, ഇതെന്തൊരു തുണി? പോയി നോക്കിയിട്ട് സെല്ലിൽ നോക്കുമ്പോൾ അത്ര ആളെ കാണാതാവുന്നത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകാം അയാളെ ഊരിയതും ഉടൻ ചാടിച്ചതും ഒക്കെ തന്നെയാണ് എന്നുള്ളത്. എന്തായാലും ഈ കൂട്ടത്തിലൂടെ നിങ്ങൾ ഒരിക്കലും താഴ്ത്തിക്കെട്ടാൻ പാടത്തൊരു വാർത്ത ചെയ്യേണ്ടത് ധർമ്മസ്ഥലിലെ വാർത്തയാണ്. അതെല്ലാവരും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പൊ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഔട്ട്.